ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഫ്രഡ്സ് മനത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ സ്നാപ്സീഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ട്രിക്സ് ആണ്. അപ്പോൾ ഈ ട്രിക്സ് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് ട്രിക്സ് ആണ്. അപ്പോൾ മെയിൻലി നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് ട്രിക്സ് ആണ്. അപ്പം മൊബൈലിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് സ്നാപ്സീഡ്. അപ്പോൾ ഈ സ്നാപ്സീഡിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ട്രിക്സ് ഒക്കെ പലർക്കും അറിയാവുന്ന കുറച്ച് ട്രിക്സ് ഒക്കെ ആയിരിക്കും, എന്നാലും അറിഞ്ഞുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ എന്നും പറയുന്നവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ അവിടെ എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഭിത്തിയിലൊക്കെ ചാരിയുന്ന ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ സൈഡിലായിട്ട് എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അഴുക്കും പൊടിയൊക്കെ മായ്ച്ച് കളയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്നാപ്സീഡ് എടുത്ത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ടൂൾസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ബ്രഷ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ബ്രഷിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഡോഡ്ജ് ആൻഡ് മേണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഴുക്ക് പോകേണ്ട സ്ഥലം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അവിടെ ഫുള്ള് അഴുക്കൊക്കെ മാറി ഫുള്ള് വൈറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. വേറെ വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലോ ഫേസ്ബുക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു സെൽഫി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ താഴെ നമ്മുടെ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫൈൻ ആർട്ട് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്ത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലോഡായതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തത് ഓക്കെ എടുക്കുക. അപ്പോൾ മേളിലായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ആ വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഒരു ബ്രഷിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ബ്രഷിൻ്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഫോട്ടോ ലോഡാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഫോട്ടോ ലോഡായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം നിങ്ങളുടെ മുഖം ബാക്കിയൊക്കെ ഒഴിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പീഡിലൊക്കെ ഒന്നാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് സമയമൊക്കെ എടുത്ത് വൃത്തിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ടൂൾസ് എടുക്കുക. ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളറാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് താഴെ ഒരു ഇങ്കിൻ്റെ ഒരു സിമ്പിളാണ് സാധിക്കുക. അത് നിങ്ങൾ ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടിയിടുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ നമ്മൾ വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എഡിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ എക്സ്പോഷർ എടുത്തതിന് ശേഷം നിങ്ങൾ ആ ബ്രഷിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ സൂം ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം മാത്രം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ചെയ്ത് കാണിച്ച് തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ സ്നാപ്സീഡ് എടുത്ത് നിങ്ങൾ സമയമൊക്കെ എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലറാക്കാമെന്ന്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നേരത്തെ പോലെ ടൂൾസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് ലെൻസ് ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലെൻസ് ബ്ലർ. അപ്പോൾ ആ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ റൈറ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫുൾ ബ്ലർ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആ ബ്ലറിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുക. പറ്റുന്ന പോലെ അത്രയും ചെറുതാക്കിയതിനു ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു അറ്റത്ത് കൊണ്ടുവയ്ക്കുക. ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ മുഴുവൻ ബ്ലറാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഫുള്ള് ബ്ലറായിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പോലെ ഐക്കൺ ഓപ്പൺ ചെയ്ത് വ്യൂ എഡിറ്റ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലെൻസ് ബ്ലർ എടുത്ത ബ്രഷിൻ്റെ ഐക്കൺ എടുക്കുക. ബ്രഷിൻ്റെ ഐക്കൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ പോലെ സൂം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം ഒന്ന് ബ്ലറാക്കി കൊടുക്കുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു ട്രിക്ക് തന്നെയാണ്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ട്രിക്കാണ്. ഉണ്ടോ? ഫുള്ള് ബ്ലറായിട്ടുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ടെക്സ്റ്റ് ചെയ്യാമെന്നാണ്. ഇത് വളരെ സിമ്പിളാണ്. ടൂൾസ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഐക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു ടെക്സ്റ്റിനകത്തൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ടെക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്തു. ടെക്ക് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ തലേൻ്റെ മേളിൽ കൊണ്ട് ആ ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഐക്കൺ സെലക്ട് ചെയ്യുക, വ്യൂ എഡ്സ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ബ്രഷിൻ്റെ ഐക്കൺ ഒന്ന് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ടെക്സ്റ്റ് ഫുള്ളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അത് ഫുള്ള് മൈനസ് ആക്കുക. 0 ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം മാത്രം ഒന്ന് എറേസ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ ഫുൾ എറേസ് ചെയ്ത് കളഞ്ഞാൽ അത് ഫുള്ള് കുളമാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്ര ഉള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ് ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ അടുത്തുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.